ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ വെണ്ടരിക്ക വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് തേങ്ങ ഇടണം. ഞാനിതിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5-8 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ 5-6 വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരക ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുംജീരക ഇടാം. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ അത് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടരുത്. അത് നല്ല ബ്രൗണിഷ് കളർ വരുന്നവരെ വറുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മസാല ഇടുന്നുണ്ട്. അതായത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീർ ചില്ലിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വറുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മണം വരാൻ തുടങ്ങുമ്പോൾ, പിന്നെ അതിൻ്റെ കളറ് മാറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കളറ് വരുന്നവരെ അത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്കത് തണുക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൺചട്ടിക്കകത്ത് കുറച്ച്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുകിടണം. അത് പട്ടപട്ടാന്ന് പറഞ്ഞ് പൊട്ടിയ ശേഷം അതിലേക്ക് ഉള്ളി ഇടണം. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് മതിയാവും, കുറേ ഉള്ളിയുടെ ആവശ്യമില്ല. പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതും കൂടെ ഒന്ന് വാടി വരുന്നവരെ അതൊന്ന് ഫ്രൈ ആക്കണം. കുറേ വാടണമെന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പിനെ ഞാനിവിടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ ഈ ഉള്ളി വാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി, ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, കുറേ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് സാൾട്ട് ഇട്ടു, പിന്നെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നല്ല കഴുകി തുടച്ച വെണ്ടയ്ക്കാൻ കൂടെ അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ അരപ്പ് റെഡിയായി. പിന്നെ അരപ്പും കൂടെ അതിനകത്ത് മിക്സാക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വെള്ളം ഒഴിക്കരുത്. അതൊന്ന് അരപ്പ് അതിനകത്ത് പിടിക്കുന്നവരെ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, കുറേ ഇപ്പോൾ ഇടണ്ട. ഞങ്ങൾ നേരത്തെ ഉപ്പിട്ടത് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറേ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. കുറേ വെള്ളം ഉപയോഗിക്കരുത്, പിന്നെ കറി കൊള്ളാതാകും. കറി കുറച്ച് കുറുകിയിരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് സാൾട്ടും കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സാക്കി നല്ല തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ കറി നല്ല തിളയ്ക്കുന്നുണ്ട് ഫ്രണ്ട്സ്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.